നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ ശിക്ഷ ഇളവിനുള്ള തടവുകാരുടെ പട്ടികയിൽപ്പെടുത്തിയതിൽ ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സസ്പെൻഷൻ ഉത്തരവിട്ടത്. 3 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ.എസ്. ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ബി.ജി. അരുൺ, അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ ഓഫീസർ ഒ.വി. രഘുനാഥ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ടി.പി. കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവിന് നീക്കം നടത്തുന്ന വാർത്ത പുറത്തുവന്നതോടുകൂടി വിവാദമായിരുന്നു. ടി.പി. വധക്കേസിലെ മുഹമ്മദ് ഷാഫി, അണ്ണൻ സുജിത്ത, ടി.കെ. രജീഷ് എന്നീ പ്രതികൾക്ക് ഇളവ് നൽകാനായിരുന്നു ശ്രമം. 4, 5, 6 പ്രതികളാണ് ഇവർ. കോടതി വിധി മറികടന്നായിരുന്നു സർക്കാരിന്റെ നടപടി. മുഹമ്മദ് ഷാഫി, അണ്ണൻ സുജിത്ത, ടി.കെ. രജീഷ് എന്നിവർ ഉൾപ്പെട്ട വിവിധ കേസുകളിലെ 56 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതിന്റെ ഭാഗമായാണ് സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് റിപ്പോർട്ട് തേടിയിരുന്നത്. കേസിലെ ഇരകളുടെ ബന്ധുക്കൾ, പ്രതികളുടെ അയൽവാസികളും ബന്ധുക്കളും എന്നിവരോട് സംസാരിച്ച ശേഷം റിപ്പോർട്ട് തയ്യാറാക്കി നൽകാനായിരുന്നു ആവശ്യം. ശിക്ഷാ ഇളവ് തേടി ടി.പി. പ്രതികൾ 1 മാസം മുൻപ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ആവശ്യം തള്ളിയിരുന്നു. ടി.പി. കേസ് പ്രതികൾക്ക് ശിക്ഷയിൽ ഇളവ് നൽകാനുള്ള നീക്കത്തിന് പിന്നാലെ കണ്ണൂർ ജയിലിൽ സൂപ്രണ്ടിനോട് ജയിൽ ഡി.ജി.പി. വിശദീകരണം തേടിയിരുന്നു. ടി.പി. കേസിലെ പ്രതികളുടെ ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ നോട്ടീസിൽ സ്പീക്കർ മറുപടി പറഞ്ഞതിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു. സർക്കാർ മറുപടി പറയേണ്ട കാര്യം സ്പീക്കർ പറയുന്നത് എന്തിനെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ചോദിച്ചിരുന്നു. ഇന്ന് വീണ്ടും വിഷയം ഈ സബ്മിഷനായി നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കാൻ ഒരുങ്ങവെയാണ് ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നത് എന്ന സഭയിൽ അറിയിച്ചത്. സംഭവം വിവാദമായപ്പോൾ പ്രതികളെ വിട്ടയക്കില്ല എന്ന് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ വ്യക്തമാക്കിയിരുന്നു. ടി.പി. കേസിലെ പ്രതികൾക്ക് 20 വർഷം വരെ ശിക്ഷാ ഇളവ് പാടില്ല എന്ന ഹൈക്കോടതി ഉത്തരവ് കണ്ണൂർ ജയിലിൽ സൂപ്രണ്ട് പരിശോധിച്ചിട്ടുണ്ടാകില്ല എന്നും ചട്ടപ്രകാരമുള്ള പട്ടിക തയ്യാറാക്കിയപ്പോൾ ഉൾപ്പെടുത്താതാകാമെന്നും തുടർ പരിശോധനയിൽ അവർ ഒഴിവാക്കപ്പെടുമെന്നും ജയിൽ മേധാവി പറഞ്ഞിരുന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി തന്നെ ജയിലിൽ ഒരു നിശ്ചിത കാലപരിധിക്ക് കഴിഞ്ഞവരെ വിട്ടയക്കാമെന്ന രാജ്യവ്യാപകമായി ചില ആലോചനകളും പദ്ധതികളും ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഇത്തവണയും വിട്ടയക്കാൻ പറ്റുന്നവരുടെ പട്ടിക തയ്യാറാക്കാൻ ജയിൽ സൂപ്രണ്ടുമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ മിണ്ടിയിരുന്നില്ല. മുഖ്യമന്ത്രിക്ക് വേണ്ടി രാജേഷാണ് ഇക്കാര്യം ഉന്നയിച്ചത്. എന്തായാലും മുഖ്യമന്ത്രി രമയെ ഭയന്നിട്ടാണോ പ്രതിപക്ഷത്തെ ഭയന്നിട്ടാണോ എന്നറിയില്ല, മിണ്ടാട്ടം മുട്ടിയ ഒരു അവസ്ഥയിലായിരുന്നു. എന്തായാലും നിയമോപദേശം തേടിയതിനു ശേഷം ഈ ഒരു പ്രതികൾ വെറുതെ വിടുക, പ്രതികൾ ജാമ്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ അത് സർക്കാരിനെ പൂർണ്ണമായി കോടതിയിൽ നിന്ന് പോലും വിമർശനം ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടെന്ന നിയമോപദേശം ലഭിച്ചതിന് ശേഷമാണ് ഈ ഒരു നടപടിയിലേക്ക്, അതായത് പോലീസുകാരുടെ തലയിൽ ചാർത്തി തടി തപ്പാനായി ഇപ്പോൾ പിണറായി സർക്കാർ നീങ്ങിയത് എന്നുള്ള വിമർശനമാണ് ശക്തമാകുന്നത്.